കോളിഫ്ലവർ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം. ആദ്യം കോളിഫ്ലവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 സവാളയും വലിയ സവാളയാണെങ്കിൽ 1 സവാളയും ഇതുപോലെ പീസസ് ആയിട്ട് അരിഞ്ഞതിന് ശേഷം പാകത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, തക്കാളി, ക്യാപ്സിക്കമാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും വെജിറ്റബിൾസ് ഇട്ട് ഒന്ന് നന്നായിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വെച്ച കോളിഫ്ലവർ വെള്ളം കളഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വെജിറ്റബിൾസും കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായി കഴിയുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് ഒരു പൊട്ടറ്റോ വേവിച്ച് സ്മാഷ് ചെയ്തത് കൂടി ഇതിലോട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് ഇതുപോലെ നല്ലോണം തിള വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.